വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശ്യാമയാണെങ്കിൽ ആ വിഷ്ണുവിൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. എൻ്റെ ഈ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല, പക്ഷേ എൻ്റെ മരണം കൊണ്ടാണെങ്കിൽ ഒരു കുടുംബത്തിനൊരു ജീവിതമാണ് കിട്ടാൻ പോകുന്നത്. അതും എൻ്റെ കുഞ്ഞേച്ചിക്ക് എൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാനായിട്ട് ആ ഒരു നന്മ മാത്രം മതി എന്ന് പറഞ്ഞ് ശ്യാമയാണെങ്കിൽ അങ്ങനൊരു തീരുമാനം അവിടെ എടുക്കുന്നുണ്ട്. തുടർന്ന് ആകെ തകരുന്ന ശ്യാമയാണെങ്കിൽ അവിടെ മുകളിലത്തെ ഹാളിലിരുന്നു കൊണ്ട് തറയിലിരുന്ന ടീപ്പോയിലേക്ക് പേപ്പർ വെച്ച് ഇങ്ങനെ എഴുതുന്നുണ്ട്. ഈ കുടുംബം അറിയാൻ വേണ്ടി, വായിക്കാൻ വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്. എല്ലാവരോടും മറച്ചു വെച്ച ഒരു സത്യം ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് പപ്പി എൻ്റെ മകളല്ല എന്നിങ്ങനെ ആദ്യം എഴുതുന്നുണ്ട്. തുടർന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും ശ്യാമയോട് വിശദമായിട്ട് എഴുതുന്നുണ്ട്. പപ്പിയും സത്യയും എൻ്റെ കുഞ്ഞേച്ചി പ്രസവിച്ച വിഷ്ണുവേട്ടൻ്റെ ഇരട്ട കുട്ടികളാണ്. ഞാനന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേ ഞാനിനി ഗർഭം ധരിക്കില്ല എന്നവിടെ പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞേച്ചി പ്രസവിച്ച ഒരു കുട്ടിയെ എനിക്ക് വളർത്താനായിട്ട് തരികയായിരുന്നു ചെയ്തത്. അതിൻ്റെ പേരിൽ 2 വീടുകളിലായിട്ട് കുട്ടികളെ വളർത്തിയതൊക്കെ കാരണം ഞാനാണ്. എനിക്കൊരു ജീവിതത്തിന് വേണ്ടിയാണ് കുഞ്ഞേച്ചി അകന്ന് നിന്നതും. സത്യയുടെ അച്ഛൻ ആര് എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവേട്ടനാണ് എന്ന് പറയാൻ സാധിക്കാത്തത് ഞാൻ കാരണമാണ് എന്ന് പറഞ്ഞിട്ട് ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞേച്ചിക്കൊരു ജീവിതം ഉണ്ടാകണം. സത്യങ്ങളെല്ലാം അറിയുമ്പോൾ വിഷ്ണുവേട്ടനാണെങ്കിൽ എന്നെ ശപിക്കരുത്. കുഞ്ഞേച്ചിയും സത്യയും പപ്പിയെയും ഒക്കെ ഒരുമിച്ച് സ്വീകരിക്കണം. എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് എൻ്റെ ആത്മാവ് ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും. സത്യാമ്മ എന്നോട് ക്ഷമിക്കണം, രോഹിത് എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് വിശദമായിട്ട് കാര്യങ്ങൾ ശ്യാമയാണെങ്കിൽ ലെറ്റർ എഴുതുന്നുണ്ട്. എന്നിട്ട് അത് വീണ്ടും ഇങ്ങനെ വായിച്ചൊക്കെ നോക്കുന്നുണ്ട്. അത് ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ട് ആ ലെറ്ററും കൊണ്ട് പിന്നെ എല്ലാവരോടും മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം വിശദമായിട്ട് എഴുതുന്നുണ്ട്. അതിനുശേഷം ആ ലെറ്ററും കൊണ്ട് അവർ ശ്യാമ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം രോഹിത്തും പപ്പിയും നല്ല ഉറക്കത്തിലാണ്. തുടർന്ന് രോഹിത്തിൻ്റെ അടുത്തേക്ക് ഇരുന്നിട്ട് ഇങ്ങനെ തറയില്ല മുട്ടുകുത്തി ഇരുന്നിട്ട് ശ്യാമ പറയുന്നുണ്ട്, രോഹിത് എന്നോട് ക്ഷമിക്കണം, ഇത്രയും നാളും സ്വന്തമായിട്ട് കരുതിയിരുന്ന മോൾ സ്വന്തമല്ല എന്നറിയുമ്പോൾ രോഹിത് എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ പോവുകയാണ്. ജീവിച്ച് കൊതി തീർന്നിട്ടൊന്നുമല്ല, പക്ഷേ എൻ്റെ കുഞ്ഞേച്ചിക്കൊരു ജീവിതത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം രോഹിത്തിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. അതിനുശേഷം കട്ടിലിൻ്റെ മറു സൈഡിൽ കൂടെ വന്നിട്ട് പപ്പിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അമ്മയ്ക്ക് മോളെ കണ്ട് കൊതി തീർന്നില്ല, പക്ഷേ ഈ അമ്മ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് മോളുടെ ജീവിതമൊക്കെ ആസ്വദിക്കുന്നുണ്ടാവും. മോളെ അന്യരാക്കിയിട്ടല്ല പോകുന്നത്, മോളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്താക്കിയിട്ടാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ഇങ്ങനെ തലോടിയിട്ട് പപ്പിയുടെ തലയിലൊക്കെ തലോടിയിട്ട് നെറ്റിയിലേക്ക് ഒരു മുത്തമൊക്കെ കൊടുത്തിട്ട് ശ്യാമ കരഞ്ഞ് ലെറ്ററും കൊണ്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. താഴെയാണെങ്കിൽ ഹാളിൽ വരുമ്പോൾ അവിടെ ആരും കാണുന്നില്ല. തുടർന്ന് ശ്യാമ ചുറ്റുമൊക്കെ നോക്കിയിട്ട് ആ ടീപ്പോയിൽ ഒരു ബുദ്ധൻ്റെ പിന്നെ ഒരു പ്രതിമ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ഈ ലെറ്റർ വയ്ക്കുകയാണ്. എന്നിട്ട് ശ്യാമ ആകെ സങ്കടപ്പെട്ടാണ് ഇറങ്ങുന്നത്. അതിനുശേഷം മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നടന്നു പോകാമെന്നുള്ളൊരു വെളിയിലേക്ക് നടന്ന് ഇറങ്ങാമെന്നുള്ളൊരു ഉദ്ദേശം ആകുമ്പോൾ ഇങ്ങനെ ഒരു സ്കൂട്ടി വരുന്നത് കാണുന്നുണ്ട്. അന്നേരം പിള്ളയാണ് വരുന്നത്. പിള്ള ഏതോ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ പോയിട്ട് വരുന്ന വരവാണ്. അന്നേരം ശ്യാമ അങ്ങോട്ട് മറഞ്ഞു നിൽക്കുന്നുണ്ട്. അന്നേരം വെടിക്കെട്ടൊക്കെ വെറുതെ അവർ പേരിന് വേണ്ടിയിട്ടാണ്, നേരത്തെ തീർത്തു എന്നൊക്കെ പറഞ്ഞ് പിള്ള ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി അകത്തേക്ക് കയറണ്ട, രാഘവൻ സാറ് കണ്ട താമസിച്ചതിന് വഴക്ക് പറയും, പടിപ്പുരയിലെങ്ങാനും കിടക്കാം എന്ന് പറഞ്ഞിട്ട് ശ്യാമ നിന്ന് ആ ഭാഗത്തേക്ക് വരികയാണ്. അന്നേരം ശ്യാമ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുന്നുണ്ട്. തുടർന്ന് പിള്ള എങ്ങോട്ടത്തേക്ക് പോകുമ്പോൾ ശ്യാമ മാറ് സൈഡിൽ കൂടെ ഇറങ്ങി ഗേറ്റിനടുത്തേക്ക് വരാനുള്ള ശ്രമമാണ്. പക്ഷേ ശ്യാമയാണെങ്കിൽ പെട്ടെന്ന് ഒരു കല്ല് തട്ടി അങ്ങ് വീഴുന്നുണ്ട്. താഴെ വീഴുന്ന ശ്യാമയുടെ തല ഇടിക്കുന്നുണ്ട്. ശ്യാമയ്ക്ക് അന്നേരമേ ബോധം പോവുകയാണ്. അന്നേരം ഈ ശബ്ദം കേട്ടുകൊണ്ട് പിള്ള തിരിച്ചു വരുന്നുണ്ട്. ആരാ എന്താണെന്നും പറഞ്ഞ് ഓടിക്കൊണ്ട് വരുമ്പോൾ ഒരാളിങ്ങനെ കിടക്കുന്ന കാണുക. എന്നാൽ ആദ്യം ശ്യാമയാണ് എന്നുള്ളത് പിള്ളയ്ക്ക് മനസ്സിലാകുന്നില്ല. തുടർന്ന് മുഖം ഇങ്ങനെ തറയിൽ നിന്ന് ഇങ്ങനെ തിരിക്കുമ്പോഴാണ്, അയ്യോ ശ്യാമക്കുഞ്ഞോ, ഇതെന്താ ഇവിടെ എന്ത് പറ്റിയെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് നോക്കി രാഘവ സാറേ, രോഹിത് കുഞ്ഞെ, സത്യാമ്മയെന്നൊക്കെ കിടന്ന് വിളിക്കുകയാണ്. പൊന്നി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതേപോലെ പൊന്നിയാണ് ആദ്യം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് കാണിക്കുന്നത്. അകത്തുനിന്ന് ഇറങ്ങി വരുന്ന പൊന്നിയെ കാണിക്കുമ്പോൾ പക്ഷേ ആ ബുദ്ധൻ്റെ ആ പ്രതിമയുടെ താഴെ ആ ലെറ്റർ അന്നേരമേ അവിടെ കാണുന്നില്ല. അതിനുശേഷം എന്താ ഉള്ള ചേട്ടാന്നും പറഞ്ഞ് ഓടി വരുമ്പോൾ ശ്യാമക്കുഞ്ഞിയുടെ ബോധമില്ലാതെ കിടക്കുന്നു എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ പൊന്നിയെ വന്നിങ്ങനെ വിളിക്കുന്നുണ്ട്, കുഞ്ഞെ എന്ന്. പക്ഷേ ശ്യാമയ്ക്ക് ബോധം തെളിയുന്നില്ല. ഈ സമയത്ത് രാഘവൻ നായരും സത്യഭാമയും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ അവർ വരുമ്പോഴും ഈ ലെറ്റർ അവിടെ ഇല്ല. അന്നേരം ശ്യാമ ഇറങ്ങിയതിന് ശേഷം ലെറ്റർ അവിടെ നിന്ന് ആരോ എടുത്തു, പക്ഷേ അതാരാണ് എന്നുള്ളത് അന്നേരം അവിടെ കാണിക്കുന്നില്ല. തുടർന്ന് സത്യാമ്മ ചോദിക്കുന്നു, എന്താ ബഹളം ചോദിക്കുമ്പോൾ ശ്യാമക്കുഞ്ഞ് ബോധം കെട്ട് കിടക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. പിള്ള വിളിച്ചു പറയുകയാണ്. അന്നേരം ശ്യാമയോ എന്നും പറഞ്ഞ് ഓടിക്കൊണ്ട് സത്യാമ്മ വരുന്നുണ്ട്. രാഘവൻ നായരാണെങ്കിൽ അവിടെ ഉമ്മറത്ത് നിൽക്കുന്നേ ഉള്ളൂ, താഴോട്ടിറങ്ങുന്നില്ല. തുടർന്ന് രോഹിത് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എന്താ ചോദിക്കുമ്പോൾ ശ്യാമയെ കാണുകയാണ്. തുടർന്ന് സത്യാമ്മ എല്ലാവരും കൂടെ വന്ന് ശ്യാമയെ നേരെ പിടിച്ച് കിടത്തുന്നുണ്ട്.
പക്ഷേ ശ്യാമയ്ക്ക് ബോധമേ തെളിയും. ഇവളെങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വരുമ്പോൾ നോക്കുമ്പോൾ വീണ്ടും ബോധം കെട്ട് കിടക്കുകയായിരുന്നു, എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ രോഹിത്തെ പിടിക്കുക, അവളെ അകത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് രോഹിത്തും പൊന്നിയും എല്ലാവരും കൂടെ പിടിച്ച് അകത്ത് കൊണ്ടുപോയി ഇങ്ങനെ സെറ്റിലേക്ക് കിടത്തുന്നുണ്ട്. തുടർന്ന് പൊന്നി പോയി വെള്ളമൊക്കെ കൊണ്ടുവരികയാണ്. വെള്ളം കൊണ്ടുവന്ന് വെള്ളം ഇങ്ങനെ മുഖത്തേക്ക് കുടയുമ്പോൾ 2-3 വട്ടം കുടയുമ്പോൾ ശ്യാമയ്ക്ക് ഇങ്ങനെ ബോധം തെളിഞ്ഞു വരികയാണ്. അന്നേരവും ശ്യാമയെ അകത്തേക്ക് കൊണ്ടുവരുമ്പോഴും എല്ലാവരും പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ ഈ ബുദ്ധൻ്റെ പ്രതിമ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് അവിടെ ലെറ്റർ ഇല്ല എന്നുള്ളത്. അതിനുശേഷം ശ്യാമ പെട്ടെന്ന് ബോധം തെളിയുമ്പോൾ സത്യഭാമയെ കാണുന്നുണ്ട്, രോഹിത്തിനെയും രാഘവൻ നായരെയും പിള്ളയും പൊന്നിയും ഒക്കെ കാണുകയാണ്. പക്ഷെ പെട്ടെന്ന് ശ്യാമ ശ്രദ്ധിക്കുന്നത് സെറ്റിയിലാണ് കിടത്തിയിരിക്കുന്നത്. സെറ്റിൽ കിടന്നുകൊണ്ട് ആ ടീപ്പോയുടെ പ്രവർത്തിക്കാൻ ബുദ്ധൻ്റെ ആ പ്രതിമയിലേക്കാണ് നോക്കുന്നത്. പക്ഷെ അടിയിൽ ലെറ്റർ കാണുന്നില്ല. ശ്യാമ പെട്ടെന്ന് അങ്ങോട്ട് ചാടി എഴുന്നേറ്റിരിക്കുകയാണ്. അന്നേരം എന്താ ശ്യാമ പറ്റിയത്, നീ എങ്ങനെ മുറ്റത്തെത്തി, അകത്തുള്ള നീ എങ്ങനെ മുറ്റത്തെത്തി എന്നൊക്കെ സത്യഭാമ ചോദിക്കുമ്പോൾ ശ്യാമയ്ക്ക് അങ്ങോട്ട് ആകെ സങ്കടം വന്ന് ശ്യാമ അങ്ങോട്ട് പൊട്ടി കരയുകയാണ്. കരഞ്ഞിട്ട് ശ്യാമ അങ്ങ് തറയിലേക്ക് അങ്ങ് ഇരിക്കുന്നുണ്ട്. എന്നിട്ടും ലെറ്റർ അവിടെയൊക്കെ പരകുന്നുണ്ട് ശ്യാമ. എന്നിട്ട് ഒന്നുമില്ല, ഒന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷേ ശ്യാമ അങ്ങോട്ട് കരയുകയാണ്. എന്നിട്ട് ശ്യാമയാണെങ്കിൽ സത്യാമ്മയുടെ കാലിങ്ങനെ പിടിക്കുന്നുണ്ട്. സത്യാമ്മ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ എന്താ ഇപ്പോൾ ഒന്നും പറ്റിയില്ലല്ലോ, അങ്ങനെയൊന്നുമില്ല, നീ എങ്ങനെ എത്തി എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയുകയാണ്. നേരെ ഉറക്കത്തിൽ വല്ല സ്വപ്നവും കണ്ട് ചിലപ്പോൾ എഴുന്നേറ്റ് നടന്നതായിരിക്കും എന്നൊക്കെ പറയുന്നു. അന്നേരവും സത്യാമ്മ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും മുഖം ശ്യാമ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഓരോരുത്തരുടെ മുഖം കാണുമ്പോഴും ശ്യാമ ഇങ്ങനെ എന്തോ വല്ലാതെ ആകുന്നുണ്ട്. പക്ഷേ അന്നേരം ശ്യാമ മനസ്സിൽ കരുതിയാണ്, അപ്പോൾ ലെറ്റർ ആർക്കോ കിട്ടിയിട്ടുണ്ട്, അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും മുഖത്ത് ആ വ്യത്യാസം കാണണമല്ലോ, ആർക്കായിരിക്കും അത് കിട്ടിയിരിക്കുക എന്നൊക്കെ ശ്യാമ ചിന്തിക്കുകയും ശ്യാമ സത്യഭാമയോട് മാപ്പ് ചോദിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അന്നേരം ഒന്നുമില്ല, ഒന്നും പറ്റിയില്ലല്ലോ, കുടുംബദേവതകൾ പിന്നെ കോപിച്ചതാവും, അവർക്ക് വേണ്ട വഴിപാടുകളൊക്കെ കഴിപ്പിക്കണം, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ സത്യഭാമ പറയുന്നുണ്ട്. പക്ഷേ രോഹിത്തും രാഘവൻ നായരും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന്. രാഘവൻ നായരും ചോദിക്കുന്നുണ്ട് എന്താ മോളെ പറ്റി എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്യാമ കരയുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒന്നും പറയുന്നില്ല. തുടർന്ന് പൊന്നി വെള്ളം കൊണ്ടുപോവാ എന്നിങ്ങനെ പറയുമ്പോൾ ജഗ്ഗോടുകൂടി വെള്ളം ശ്യാമയാണെങ്കിൽ അങ്ങ് കുടിക്കുന്നുണ്ട്. ദേഹത്ത് മൊത്തം അങ്ങോട്ട് വീഴുകയാണ്. എന്നിട്ട് എഴുന്നേൽക്കുകയാണ്, ശ്യാമയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. രോഹിത്തിനോട് പറയുകയാണ് മുറിയിലേക്ക് കൊണ്ടുപോകാൻ. തുടർന്നാണ് പൊന്നി പറയുന്നത് ഞാൻ കൊണ്ടുപോകാം മുറിയിലേക്കെന്ന്. അന്നേരം എഴുന്നേറ്റ ശേഷവും സത്യഭാമയെ പിടിച്ചങ്ങോട്ട് ശ്യാമ പൊട്ടി കരയുകയാണ്. അന്നേരം മോളെ കുഴപ്പമില്ല, ഒന്നും പറ്റിയില്ലല്ലോ, ആരും നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ പരദേവതകളുടെ പിന്നെ ഇത് മോക്ഷം കൊണ്ടാണ്, പുണ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത്, ഇങ്ങനെയൊക്കെയാണ് അവർ ഓരോ ദുസൂചനകൾ കാണിച്ചു തരുന്നത്. ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും പിന്നെ കളിയാക്കലാണല്ലോ, കുടുംബക്ഷേത്രത്തിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ പറയുന്നുണ്ട്. തുടർന്നും സത്യഭാമയുടെ തോളി കിടന്നങ്ങ് ഏങ്ങലിടിച്ച് ശ്യാമ കരയുന്നുണ്ട്. അന്നേരം പാവം കുട്ടി പേടിച്ചു പോയി കാണും, ആ ഒരു ഷോക്കിൽ നിന്ന് ഇതുവരെ മോചിതയായിട്ടുണ്ടാവില്ല എന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. പക്ഷേ രോഹിത്തിൻ്റെയും സത്യഭാമയുടെയും മുഖത്തൊക്കെ ഇടയ്ക്കൊക്കെ ഒരു ചെറിയ വ്യത്യാസം പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ലെറ്റർ വായിച്ചതായിട്ട് ആരുടെയും മുഖത്ത് അങ്ങനെ വലിയൊരു സംഭവം കാണിക്കുന്നില്ല. എല്ലാവരും ശ്യാമയ്ക്ക് എന്താണ് പറ്റിയത് എന്നുള്ള ഒരു തന്നെ നിൽക്കുകയാണ്. ഇതേസമയം അകത്ത് കിടന്നുറങ്ങുന്ന വിഷ്ണുവിനെ കാണിക്കുന്നുണ്ട്. ആ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുന്ന വിഷ്ണുവിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്നാണെങ്കിൽ പൊന്നി ശ്യാമയെ അങ്ങ് മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അന്നേരവും ശ്യാമ എല്ലായിടത്തുമൊക്കെ പരകുന്നുണ്ട്, ഇനി ലെറ്റർ എവിടെയെങ്ങാനും വീണ് കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. തുടർന്നാണ് പിന്നെ സത്യഭാമ പറയുന്നത് അമ്പലത്തിൽ പെട്ടെന്ന് തന്നെ നാളെ തന്നെ പോകണം, വഴിപാടൊക്കെ കഴിപ്പിക്കണം, ദുസൂചനകൾ കാണിക്കാൻ തുടങ്ങും, ഇല്ലെങ്കിൽ നമ്മൾ ഇതിന് കടുത്ത ഫലം കൊടുക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. അന്നേരം ബാക്കി എല്ലാവരും ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പൊന്നിയാണെങ്കിൽ ശ്യാമയെ അങ്ങ് മുകളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. തുടർന്ന് ശ്യാമയെ കൊണ്ട് പൊന്നി റൂമിലേക്ക് എത്തുന്നുണ്ട്. അന്നേരവും ശ്യാമയങ്ങ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അന്നേരം വഴിയിലൊക്കെ വീഴാനൊക്കെ പോകുന്നുണ്ട്, പടിയൊക്കെ തട്ടി. അന്നേരം എന്താ കുഞ്ഞ് എന്താ എന്നിങ്ങനെ പൊന്നിയാണെങ്കിൽ ശ്യാമയോട് ചോദിക്കുമ്പോൾ ചേച്ചി എന്ന് പറഞ്ഞിട്ട് പൊന്നിയും കെട്ടിപ്പിടിച്ച് ശ്യാമയങ്ങ് കരയുകയാണ്. അന്നേരം പൊന്നിക്ക് ആകെ വിഷമം തോന്നുന്നുണ്ട്. അന്നേരം കിടന്നുറങ്ങുന്ന പപ്പിയെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അന്നേരം പൊന്നിക്ക് എന്ത് വേണമെന്നറിയാതെ പൊന്നി ഇങ്ങനെ ശ്യാമയെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. അന്നേരം പക്ഷേ പപ്പിയെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ആ ലെറ്റർ വായിച്ചത് ആരാണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ലെറ്റർ ഇനി കിട്ടിയത് ഇനി അവിടെ നിന്നെങ്ങാനും പറന്ന് പോയിട്ടുണ്ടാകില്ല. ബുദ്ധൻ്റെ പ്രതിമേനടിയിൽ ഭദ്രമായിട്ടാണ് ശ്യാമയോടെ വെച്ചത്. പക്ഷെ ആരോ ഒരാൾക്ക് ആ ലെറ്റർ അവിടെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇനി അടുത്ത എപ്പിസോഡുകളിൽ അറിയേണ്ടതും. പക്ഷേ ലെറ്റർ സത്യഭാമയ്ക്കായിരിക്കാം മിക്കവാറും അത് കിട്ടിയിട്ടുണ്ടാകുക. അങ്ങനെയാണ് റീമേക്കിലൊക്കെ കാണിക്കുന്നത്. സത്യഭാമയ്ക്കാണ് ലെറ്റർ കിട്ടുന്നത്, സത്യഭാമ വായിക്കുകയും ചെയ്യും, പുറമേ അത് കാണിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതെന്താണ് എന്നുള്ളത് അപ്പോൾ അടുത്ത എപ്പിസോഡുകളിൽ അറിയാനായിട്ട് പറ്റും. അതാണ് പുതിയ വിശേഷം. താങ്ക് യു.